കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാന്റെ തിരു അവതാരം മുതൽ നമ്മൾ ഭഗവാന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അക്രൂരനെ കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയച്ച ഭാഗമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയച്ചത് കൃഷ്ണൻ? തൻ്റെ അച്ഛൻ്റെ സഹോദരിയായ കുന്തി ഈ സമയം ഭർത്താവ് മരിച്ചതിന് ശേഷം കുട്ടികളുമായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാഥർ എന്ന നിലയിൽ ഹസ്തിനപുരിയിൽ ജീവിക്കുകയാണ്. അവരുടെ വിശേഷം അറിഞ്ഞു വരാനാണ് അക്രൂരനെ ഹസ്തിനപുരിയിലേക്ക് അയച്ചത്. അങ്ങനെ ഹസ്തിനപുരിയിൽ പോയി അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് തിരിച്ചു വന്ന് എല്ലാ വിവരങ്ങളും അക്രൂരൻ ദേവകിയോടും വസുദേവരോടും ശൂരസേനനോടും രാമനോടും കൃഷ്ണനോടുമൊക്കെ പറഞ്ഞു. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത്. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് ഈ ഒരു ചെറിയ ഭാഗം കേൾക്കണം. അതുകൂടാതെ എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ ജീവിതയാത്രയിൽ പങ്കാളികളാവുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഭാഗ്യം ലോകത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിലൊരാളാകാൻ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും 10-20 മിനിറ്റ് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകണം. ഹരേ കൃഷ്ണ. നമ്മൾ പറഞ്ഞു, ജരാസന്ധൻ എന്ന അസുരൻ 17 തവണ ഭഗവാനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ടും പക്ഷേ ജരാസന്ധൻ തോൽവി സമ്മതിക്കുന്നില്ല. 18ാമത്തെ തവണയും യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ജരാസന്ധൻ. ഒന്നുകിൽ മധുര പിടിച്ചടക്കണം, അല്ലെങ്കിൽ മധുര പൂർണ്ണമായും നശിപ്പിക്കണം. കംസന്റെ പുത്രന്മാർക്കുള്ളതാണ് മധുര. അതുകൊണ്ട് തന്നെ അവർക്കത് വീണ്ടെടുത്തു കൊടുക്കണം എന്ന ഒരു നിശ്ചയം ജരാസന്ധൻ ഉണ്ടായിരുന്നു. ഈ ജരാസന്ധന്റെ മറ്റൊരു ശത്രുവാണ് യവന രാജാവ്. ഒരു യവന രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ജരാസന്ധന്റെ ശത്രുവായിരുന്നു. എങ്ങനെയും ജരാസന്ധനെ വധിക്കണം എന്ന ചിന്തയിൽ ജീവിച്ചിരുന്ന രാജാവായിരുന്നു ആ യവന രാജാവ്. ഒരു ദിവസം ഈ ജരാസന്ധനും യവന രാജാവും തമ്മിൽ ശത്രുതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ നാരദമുനി ഒരു ദിവസം ഈ യവന രാജധാനിയിലേക്ക് ചെല്ലുകയും രാജാവിനോട്, യവനനോട് പറയുകയും ചെയ്യുകയാണ്, അല്ലയോ രാജാവേ, ഞാൻ നാരദമുനിയാണ്. അങ്ങയുടെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹാപുരുഷനായ അങ്ങയെ ഒന്ന് വന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അങ്ങയുടെ ശത്രു ജരാസന്ധൻ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങ് അവനുമായി യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നും അറിയാം. ലോക ജേതാവാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നടക്കുകയാണ് ജരാസന്ധൻ. അങ്ങനെയുള്ള അവനെ കൊല്ലുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് മറ്റൊരു കാര്യം കൂടി അങ്ങയോട് പറയാനാണ്. ഇപ്പോൾ നല്ല ഒരു അവസരം വന്നിട്ടുണ്ട്. ജരാസന്ധനുമായി യുദ്ധം ചെയ്യാൻ അങ്ങ് ഇപ്പോൾ മഗധ രാജ്യത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല. അവൻ മധുരാപുരി ആക്രമിക്കുവാനായി മധുരയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങേക്കറിയാമോ അവൻ്റെ എതിരാളി ആരാണെന്ന്? കഷ്ടിച്ച് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ചെറുക്കൻ. കൃഷ്ണൻ എന്നാണ് അവൻ്റെ പേര്. അവൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നടക്കുകയാണ്. വിഡ്ഢിത്തം അല്ലാതെ എന്തു പറയാൻ. കൃഷ്ണൻ പ്രായം കുറഞ്ഞ ഒരു വിഡ്ഢി, ജരാസന്ധൻ പ്രായം കൂടിയ മറ്റൊരു വിഡ്ഢി. പ്രായത്തിന്റെ വ്യത്യാസമല്ലാതെ രണ്ടുപേരും പമ്പര വിഡ്ഢികളാണ്. അതുകൊണ്ട്
അങ്ങിപ്പോൾ മധുരയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഒരേ സമയം രണ്ടു കാര്യം സാധിക്കാം. അതായത് ജരാസന്ധനെ വധിച്ച് മഗധ കീഴടക്കുകയും കൃഷ്ണനെ വധിച്ച് മധുര കീഴടക്കുകയും ചെയ്യാം. അങ്ങനെ ഈ രണ്ടു രാജ്യത്തിൻ്റെയും ആധിപത്യം അങ്ങയിൽ വന്നു ചേരും. അങ്ങ് ആലോചിച്ചു തീരുമാനിക്കുക എന്ന് പറയുകയാണ് നാരദൻ. ഇതെല്ലാം പറഞ്ഞ് എരിപിരിയൊക്കെ കയറ്റിയതിനു ശേഷം നാരദൻ അവിടെ നിന്നും പോവുകയും ചെയ്തു. യവന രാജാവിന് നാരദൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നി. ഇങ്ങനെ എത്രയും പെട്ടെന്ന് കൃഷ്ണനെയും ജരാസന്ധനെയും വധിച്ചിട്ട് ഈ രണ്ടു രാജ്യവും കൈവശപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ യവന രാജാവ് 5 ലക്ഷം കാലാൾ പടകളുമായി നേരെ മധുരയിലേക്ക് പോകുന്നു. ഈ വിവരം ആരറിയുന്നു? കൃഷ്ണൻ അറിയുന്നു. അദ്ദേഹം ആലോചിക്കുകയാണ്, യവനൻ തൻ്റെ വമ്പിച്ച പടയുമായി ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. 2 ദിവസം കഴിയുമ്പോൾ ജരാസന്ധനും വരും. പിന്നെയുണ്ടാകുന്ന യുദ്ധം അതിഭീകരമായിരിക്കും. യാതൊരു ആയുധം കൊണ്ടും ഈ യവനനെ വധിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു വരം അവന് കിട്ടിയിട്ടുണ്ട്. ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നതിൽ കുറച്ച് ന്യായമുണ്ട്. അവന്റെ പുത്രികളുടെ ഭർത്താവാണ് കംസൻ. കംസന്റെ മരണത്തിനു ശേഷം ഈ രാജ്യത്തിന് അവകാശികൾ ആ പുത്രന്മാരാണ്. അവർക്കത് നൽകാതെ മറ്റുള്ള യാദവന്മാർ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ന്യായവുമല്ല, ധർമ്മവുമല്ല. അതിനുവേണ്ടി മഗധൻ യുദ്ധം ചെയ്യുന്നതിൽ തെറ്റു പറയാനും പറ്റില്ല. ധർമ്മം നിലനിർത്തുവാൻ പിറന്ന ഞാൻ അധർമ്മത്തിന് കൂട്ടുനിൽക്കുവാൻ പാടില്ലാത്തതുമാണ്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധമൊന്നും ആവശ്യമില്ല. ജരാസന്ധൻ മധുര കംസന്റെ പുത്രന്മാർക്കായി വീതിച്ചു കൊടുത്തുകൊള്ളട്ടെ. എൻ്റെ അമ്മാവന്റെ പുത്രന്മാരാണ് അവർ. അത് ഞാൻ മാനിക്കുക തന്നെ ചെയ്യണം. എന്നാൽ യവനൻ കൊല്ലപ്പെടുകയും വേണം. പശ്ചിമ സമുദ്രത്തിൽ ഒരു പുതിയ ദ്വീപുണ്ടാക്കി അതൊരു മനോഹരമായ പുരമായി ചമച്ച് യാദവന്മാരെ മുഴുവനും മധുരയിൽ നിന്ന് ആരും അറിയാതെ ആ നഗരത്തിലേക്ക് മാറ്റണം. ജരാസന്ധൻ ഇവിടെ വന്നു നോക്കുമ്പോൾ ഉഗ്രസേന പക്ഷക്കാരായ ഒരു യാദവനെ പോലും ഇവിടെ കാണരുത്. അവനെ പേടിച്ച് എല്ലാവരും തോറ്റോടി എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് അവൻ ഡംഭു പറയുമായിരിക്കും. പറഞ്ഞുകൊള്ളട്ടെ, അതിൽ യാതൊരു തെറ്റും കാണേണ്ടതായിട്ടില്ല എന്ന് കൃഷ്ണൻ ചിന്തിക്കുകയാണ്. കൃഷ്ണൻ പ്രവർഷണം എന്ന പർവ്വതത്തിന്റെ കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട് പടിഞ്ഞാറേ സമുദ്രത്തിൽ ഒരു സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനമാണ് പിന്നീട് ദ്വാരക എന്ന നിലയിൽ പ്രശസ്തമായത്. ദ്വാരകാപുരി, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു പ്രദേശം, പശ്ചിമ സമുദ്രത്തിൽ ഒരു പ്രദേശം കണ്ടുവെക്കുകയും അത് പിന്നീട് ഒരു പുരമായി ചമച്ച് ആ പുരത്തിന് ദ്വാരക എന്ന പേര് കൊടുക്കുകയും തൻ്റെ ആളുകളെ മുഴുവനും മധുരയിൽ നിന്ന് അവിടേക്ക് മാറ്റുകയും ചെയ്തു. ദ്വാരകയുടെ ഉൽപ്പത്തിയാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് നാളത്തെ ദിവസം നോക്കാം. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ സമയം യവനൻ എന്ന രാജാവും ജരാസന്ധൻ എന്ന രാജാവും അവിടെ എത്തിച്ചേരാൻ പോവുകയാണ്. അവരെത്തിച്ചേരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളാണ്
നാളത്തെ ദിവസം നമ്മൾ നോക്കുന്നത് വളരെ മനോഹരമായ കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക. ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട്, മധുരയിൽ ഇരുന്നു കൊണ്ട്. അതായത് ജരാസന്ധൻ വരും, യവന രാജാവ് വരും. ഒരു ആയുധം കൊണ്ടും യവനനെ വധിക്കുവാൻ സാധിക്കുകയില്ല. കംസന്റെ പുത്രന്മാരുടെ രാജ്യം തന്നെയാണ് മധുര. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇനി നമ്മൾ ഇവിടെ അധികകാലം നിൽക്കുന്നത് ശരിയല്ല, അവർക്കത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ചിന്ത കൃഷ്ണന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്. സ്ഥാനം, ദ്വാരകയുടെ സ്ഥാനം കൃഷ്ണൻ നിശ്ചയിച്ചത്. അങ്ങനെ ദ്വാരകയുടെ സ്ഥാനമൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ ഇവര് വരുന്നതിന് മുമ്പ് തന്നെ മധുരയിൽ നിന്ന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇനി കൃഷ്ണന്റേത്. ദ്വാരക എന്ന ഭഗവാന്റെ നഗരം, ഭഗവാന്റെ സ്വന്തം നഗരം, ഭഗവാൻ തനിക്ക് വേണ്ടി നിർമ്മിച്ച ആ നഗരം, ആ നഗരത്തിന്റെ വർണ്ണനകളും എങ്ങനെയാണ് ആ നഗരം നിർമ്മിച്ചത് എന്നുള്ളതും എങ്ങനെയാണ് ഭഗവാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള കാര്യവും, മധുരയിലേക്ക് ജരാസന്ധനും യവന രാജാവും വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് നോക്കാം. ഭഗവാന്റെ കൂടെ ദ്വാരകയിലേക്ക് പോകാൻ നിങ്ങൾ എല്ലാവരും തയ്യാറെടുത്തുകൊള്ളുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട് എന്ന് എനിക്കറിയാം. ക്ഷമയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക. മാധവത്തിന്റെ കൂടെ എന്നും ഉണ്ടാകണം. നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.